ഹായ് ദ്രോദ്ര ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ബാഗ് വാങ്ങിക്കാൻ പോവാം കേട്ടോ. മീഷോ ഒരു പണി തന്നതുകൊണ്ട് ബാഗ് അവർക്ക് കിട്ടിയില്ല, അപ്പോൾ ബാഗ് വാങ്ങിക്കാൻ വേണ്ടി ടൗണിലേക്ക് പോവുകയാണ്. അച്ഛൻ വരുന്നില്ല കേട്ടോ, അച്ഛന് വേറെ എവിടെയോ പോകാനുള്ളത് കൊണ്ട് അച്ഛൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ടൗണിലേക്ക് പോണത്. എപ്പോഴാണ് മഴ പെയ്യാന്ന് അറിയാത്തത് കൊണ്ട് കോട്ട് എടുത്തിട്ടോ എല്ലാവർക്കും. കുട എല്ലാവർക്കും എടുക്കാനില്ല, ഇപ്പം എല്ലായിടത്തും പോകുമ്പോഴും വണ്ടിയിലായതുകൊണ്ട് കോട്ടാണ് വാങ്ങിക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട എല്ലാവർക്കും ഇല്ലാത്തതുകൊണ്ട് അമ്മ എല്ലാവർക്കും കോട്ട് എടുത്തിട്ടോ. കാറിലാണ് ഞങ്ങൾ എല്ലാവരും കൂടെ പോണത്. മഴ ലേശം ഒന്ന് മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ പോവാൻ വളരെ സുഖമായിരുന്നു കേട്ടോ. പിന്നെ ബാഗും കുറച്ച് നോട്ടും കൂടെ വാങ്ങാനുണ്ട്. 200 പേജിൻ്റെ വരയില്ലാത്ത നോട്ട് വാങ്ങിയിട്ടില്ലായിരുന്നു. അപ്പം ധ്രുവത്തിനും 200 പേജിൻ്റെ വരയില്ലാത്ത നോട്ടും കൂടെ വേണം. അപ്പം അതും കൂടെ ഒരു ബണ്ടിലെടുക്കാമെന്ന് വിചാരിച്ചു. വരയില്ലാത്തത് 100 പേജിൻ്റെ ആയിരുന്നു ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ബാഗാണ് ഇപ്രാവശ്യം ഞങ്ങൾക്ക് പണി തന്നത്. 8ൻ്റെ പണി തന്നെയായിരുന്നു. മീഷോന്ന് ഓർഡർ ചെയ്തിട്ട് അത് എത്തിയത് ഇങ്ങനെയാണ്. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കറക്റ്റ് എന്താണെന്നുള്ളത്. ആ വീഡിയോ നിങ്ങളെല്ലാവരും കാണാം കേട്ടോ. അത് നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെടും. കാരണം അങ്ങനത്തെ ഒരു ചതിയിൽ ഇനി പോയി പെടരുത് ആരും. ഇപ്പോൾ ഹോമിയോ കോളേജ് ആ ഭാഗത്ത് എത്തിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം തന്നെ ബ്ലോക്കാണ്, ഭയങ്കര ബ്ലോക്കാണ്. കാറൊക്കെ എടുത്ത് വന്നാൽ ബ്ലോക്കിൽ നിന്നൊന്ന് കയറി കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. ഇപ്പോൾ സരോവരം എത്തിയിട്ടുണ്ട് കേട്ടോ. സരോവരം പാർക്കിലൊന്നും ആരും ഇല്ല, കാരണം മഴയായതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഞങ്ങൾ ടൗണിൽ കാറും എടുത്ത് വന്നാൽ എപ്പോഴും പാർക്ക് ചെയ്യാറുള്ള സ്ഥലത്തേക്ക് വരിക കേട്ടോ. പേ പാർക്കിംഗ് ആണ് ഇവിടെ. നമ്മൾ 30 രൂപയോ 40 രൂപയോ അങ്ങനെ എന്തോന്ന് കൊടുക്കണം അവിടെ. എന്നാലും നമ്മളെ വണ്ടി സുരക്ഷിതമായിരിക്കും. ഏട്ടൻ വണ്ടി നിർത്തി വരുമ്പോഴേക്കും ഞങ്ങളൊന്ന് ചുരിദാറൊക്കെ നോക്കാം കേട്ടോ. അടിപൊളി ചുരിദാറുകളാണ്. 500 രൂപ കേട്ടോ സ്റ്റാർട്ടിങ്. അതിൽ കാലും ഷോളും എല്ലാം ഉണ്ടാവും കേട്ടോ. അടിപൊളിയായിരുന്നു. ഒന്ന് വാങ്ങിക്കുകയും ചെയ്തു. പിന്നെ അപ്പോഴേക്കും ഏട്ടൻ എത്തി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ബാഗ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ഓരോ ഷോപ്പിലും കയറി നോക്കി. പിന്നെ അമ്മയ്ക്ക് തയ്യലിനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പം ഇവിടെ വന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാം കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. തയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു കടയിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഓയാസിസിൻ്റെ ഉള്ളിലത്തെ കടയാട്ടോ. ബാഗൊക്കെ കണ്ടില്ലേ തൂക്കിയിട്ടിരിക്കുന്നത്, അടിപൊളി ബാഗുകളല്ലേ. ഞങ്ങൾ ബാഗൊക്കെ വാങ്ങി ഇനി നോട്ട് വാങ്ങിക്കാൻ വേണ്ടി പോകാം കേട്ടോ. ഏത് ബാഗാണ് വാങ്ങിയത്, ബാഗിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട് വേറെ. അതൊട്ടും ഇഷ്ടമാണ് ഇവർക്ക്. ഇപ്രാവശ്യം ബാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു സംഭവമാണ്. അത് ഞാൻ പറയാം കേട്ടോ എന്താണെന്നുള്ളത്. അടിപൊളി കിറ്റുകളായിരുന്നു കേട്ടോ. ചെറിയ കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിൽ കാർട്ടൂൺ കഥാപാത്രങ്ങളെ കൊടുത്തുകൊണ്ടുള്ള കിറ്റുകളായിരുന്നു കേട്ടോ. പിന്നെ ഇവർക്ക് കിറ്റ് വാങ്ങിയതിനെ കൊണ്ട് ഇവർക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ അവന് ഇറേസറിന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇറേസറിന് വേണ്ടിയിട്ട് വാശി പിടിക്കുകയാണ്. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ തന്നെയാണ് ഏട്ടൻ എപ്പോഴും. അവർ പറയുന്ന സമയത്ത് അവർ വാങ്ങിക്കോട്ടെ പറയും. ഞാനാണ് പിന്നെയും അത് വേണ്ടാന്നും പറഞ്ഞ് പിടിച്ച് വെക്കുക, അതിൻ്റെ ആവശ്യമില്ല പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ പൊതുവേ ഏട്ടനോടാണ് എല്ലാ കാര്യങ്ങളും പറയുക. ഏട്ടനോടും അമ്മമ്മനോടും അമ്മച്ചനോടും. എന്നോട് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഓരോ വാശിക്ക് അങ്ങനെ നിൽക്കാറില്ല. നോട്ടൊക്കെ ഞങ്ങൾ അധികം ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിക്കാറ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇവിടെ തന്നെയാണ്, അതിൻ്റെ മുന്നത്തെ പ്രാവശ്യമൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ നോട്ടുകൾ വാങ്ങിക്കാറ്. പിന്നെ മക്കൾക്ക് എടുത്ത ബോക്സിൻ്റെ വേറൊരു ഇത് കണ്ടപ്പം നോക്കിയതാട്ടോ. പിന്നെ ഞങ്ങളെല്ലാം വാങ്ങി തിരിച്ച് വരും കേട്ടോ. തിരിച്ച് വരുമ്പോൾ തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം. കാരണം 2 ദിവസം കൂടി സ്കൂൾ തുറക്കാനുള്ളൂ. അപ്പോൾ എല്ലാവരും ഇന്നാണ് സാധനം എടുക്കാൻ വരുന്നത്. അപ്പം മുന്നിൽ പോയ ഏട്ടൻ ഞങ്ങളെ കാണാനായിട്ട് ഞങ്ങളെ കാത്തിക്കുക കേട്ടോ. കാരണം അത്രയ്ക്കും തിരക്കായിരുന്നു. ഒന്നും ഇങ്ങോട്ടേക്ക് പോരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ദ്രൗനിക 2 കളിപ്പാട്ടം അച്ഛനോട് പറഞ്ഞങ്ങാണ്ട് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അവൾക്ക് പിന്നെ ഭയങ്കരമാണ്. അച്ഛനോട് പറഞ്ഞ് മേടിക്കാൻ അവൾക്ക് അറിയാം. മക്കളപ്പോഴേക്കും ജ്യൂസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഏട്ടനെ നട്ടം തിരിക്കുക കേട്ടോ. പക്ഷേ ഞാൻ പറയുന്നുണ്ട് മഴയാണ്, സ്കൂൾ തുറക്കണൊക്കെ ആയി, കാരണം സ്കൂൾ പോവാതിരിക്കേണ്ടി വരും അസുഖമായി കഴിഞ്ഞാൽ. അപ്പോൾ വേണ്ടാന്ന് പറയണം. അപ്പോൾ അവർ ഏട്ടനെ പറഞ്ഞ് പാട്ടിലാക്കി, അച്ഛാ ഞങ്ങൾക്ക് എന്തായാലും പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഏട്ടൻ സമ്മതം മൂളി അങ്ങനെ മേടിച്ചു കൊടുക്കാൻ ഇരിക്കുക കേട്ടോ. ഏട്ടൻ പിന്നെ പാവല്ലേ, ഒരു ആയിക്കോട്ടെ പോലെ ആഗ്രഹമല്ലേ എന്ന് പറയുമ്പോൾ പിന്നെ ഞാനൊന്നും പറയാറില്ല കേട്ടോ. അതിൽ അവർക്ക് ഹോട്ടലും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അറ്റാച്ച്ഡ് ആയിട്ടാണ് ജ്യൂസ് കടയും ഹോട്ടലും കൂടെ ഒരുമിച്ചാണ് നടത്തുന്നത്. അപ്പം ദ്രൗനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്ട്രോബെറീൻ്റെ ഷെയ്ക്കാണ്. ധ്രുവത്തിനും ദ്രാവത്തിനും ചോക്ലേറ്റിൻ്റെ ഷെയ്ക്കും, പിന്നെ എനിക്ക് ഏട്ടനും ഫാലൂദയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് വേണ്ട, അമ്മയ്ക്ക് പനി ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ, കഫക്കെട്ട് വരും എന്ന് പറഞ്ഞിട്ട് അമ്മ ഒന്നും പറഞ്ഞില്ല. ഇവർക്ക് ഷെയ്ക്ക് വരുന്ന കാരണം ഒന്നും വേണ്ട എന്നുള്ളൊരു ഇതില്ല കേട്ടോ മക്കൾ. ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് ബിരിയാണി കഴിക്കേണ്ട, ഞങ്ങൾക്ക് ഷേക്ക് മാത്രം മതി എന്നുള്ളൊരു ഇതിലാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും കഴിച്ചിറങ്ങി.
മഴയില്ലാത്തത് എന്തോ ഒരു ഭാഗ്യം കേട്ടോ. കാരണം മഴയത്ത് ഇവരെയൊക്കെ കൂട്ടി നടക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. അപ്പം അതും ഭയങ്കര തിരക്കായിരുന്നു ഇന്ന്. അപ്പം മഴയൊന്ന് മാറി നിന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടി വെച്ചിടത്തേക്ക് നടന്ന് വരിക കേട്ടോ. അവിടെ തന്നെ ഭയങ്കര ബ്ലോക്കാണ്, വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഭയങ്കര തിരക്കായിരുന്നു ഒന്ന് ടൗണിൽ. കുറേ ചാവികൾ ഇങ്ങനെ കൂട്ടിയിട്ട് കൊടുത്തുനിന്ന് അവനാട്ടോ ചാവി എടുത്തത് ഞങ്ങളെ. അവനെടുത്ത് അവൻ ഓടുകയാണ് ഡോറ് തുറക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നല്ല 8ൻ്റെ പണി. ബാഗൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലെത്തി. അവിടുന്ന് നോക്കിയതാണ്, പക്ഷേ എങ്ങോ മിസ്സായി പോയൊരു കാര്യം. അങ്ങനെ വീട്ടിലെത്തി നോക്കുന്ന സമയത്ത് ദ്രവനിക്ക് വാങ്ങിയ ബാഗിൻ്റെ ഒരു സിബിന് റണ്ണറില്ല. അങ്ങനെ ആകെ കുടുങ്ങി ഭയങ്കര ടെൻഷനായി. പിന്നെയും ടൗണിൽ പോകാമെന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. ബാഗിൽ 8ൻ്റെ പണി തന്നെയാണ് കേട്ടോ കിട്ടിയത് ഇപ്രാവശ്യം. അങ്ങനെ പോവല്ലാതെ രക്ഷയില്ലല്ലോ, മറ്റന്നാൾ സ്കൂൾ തുറക്കല്ലേ. അങ്ങനെ വീണ്ടും പോയി. അവിടുന്ന് ഞങ്ങൾ ബാഗ് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അവർ തന്നെ തയ്ക്കുന്ന ബാഗാണ്, നല്ല കമ്പനി ബാഗാണ്. എന്ത് കുഴപ്പമുണ്ടെങ്കിലും നമുക്ക് കൊണ്ടുവരാം, സിബിനോ എന്തിനെങ്കിലും കുഴപ്പം വരികയാണെങ്കിൽ ഇവിടെ തന്നെ വരാമെന്നൊക്കെ പറഞ്ഞ്. അപ്പം എന്തോ ഞങ്ങൾക്ക് നോക്കാൻ വിട്ടുപോയൊരു സംഗതി. പക്ഷേ അവിടെ കൊണ്ടുപോയപ്പോൾ അവർ വേഗം തന്നെ മാറ്റി തന്നു കേട്ടോ. ധ്രുവത്തിൻ്റെ ബാഗിനും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷോൾഡറിലേക്ക് ഇടുന്ന ഭാഗം ക്രോസ് ആയിട്ടായിരുന്നു. അപ്പം അതും മാറ്റി തന്നു കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് വേഗം തന്നെ മാറ്റി കിട്ടി കേട്ടോ. അവർ വേഗം തന്നെ തന്നു, സോറിയൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പം നല്ല സ്വഭാവം കേട്ടോ കടക്കാർക്ക്. അങ്ങനെ 2 പുതിയ പീസ് തന്നെ ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾ തിരിച്ച് പോരുക കേട്ടോ. അപ്പോൾ എന്നും പറയാറുള്ള പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്യണേ.